എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? സോ ഞാൻ ഇന്ന് എൻ്റെ സ്കൂൾ ലൈഫ് ഞാൻ ഇങ്ങനെ കുറേ നാൾക്ക് ശേഷമാണ് എൻ്റെ സ്കൂൾ ലൈഫിനെ പറ്റി ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്. എന്നെ പഠിപ്പിച്ച സാറുമാർ, എന്നെ പഠിപ്പിച്ച അച്ഛന്മാർ, എന്നെ പഠിപ്പിച്ച ലേഡീസ് ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരെ പറ്റിയൊക്കെ ഓർത്തു. എൻ്റെ ഫ്രണ്ട്സ്, ക്ലാസ്സിലൊക്കെ നടന്ന കുറേ ഇൻസിഡൻ്റ് എല്ലാം ഇങ്ങനെ ഓർമ്മ വന്നുകൊണ്ടിരുന്നു. സോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മുതിർന്നു കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന നമ്മുടെ സ്കൂൾ ലൈഫാണ്. ആ ക്ലാസ് റൂമും ടീച്ചേഴ്സും എല്ലാം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികളെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് കുറച്ച് ചെറിയ രീതിയിലൊരു വിഷമമുണ്ട് കേട്ടോ. അന്ന് ടീച്ചേഴ്സ് നമ്മുടെ ബുക്കിൻ്റെ അകത്തുള്ളത് മാത്രമല്ല പഠിപ്പിക്കുന്നത്, നമ്മുടെ ഒരു വ്യക്തിത്വ വികസനം എങ്ങനെയാണ് എന്നുള്ളത് സഹിതം നമ്മുടെ ക്ലാസ് റൂമുകളിലൊക്കെ നമ്മളെയൊക്കെ ആ ഒരു ട്രെയിനിങ് പോലും നമുക്ക് തരുമായിരുന്നു. ഇന്ന് ചെയ്യുന്നവരുണ്ട്, പക്ഷെ വളരെ ചുരുക്കമാണ്. എല്ലാം പഠിത്തം ആ ഒരു ബേസിലോട്ടൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒട്ടുമിക്ക എല്ലാ ടീച്ചേഴ്സും ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു: നിങ്ങൾ എപ്പോഴും ചിരിച്ചിരിക്കുക, നിങ്ങൾ പരിചയമുള്ളവരും ഇല്ലാത്തവരും നോക്കിയൊക്കെ ചിരിക്കുക. അത് നല്ലൊരു കാര്യമാണെന്നാണ് നമ്മുടെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറുപ്രായമല്ലേ, നമ്മൾ ടീച്ചേഴ്സ് പറയുന്ന അതേപടി അനുസരിച്ച് നമ്മൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴത്തേക്കും നടന്നു പോകുമ്പോൾ എല്ലാം ചിരിക്കും. പരിചയമുള്ളവരെ കാണുമ്പോൾ ചിരിക്കും, പരിചയമില്ലാത്തവരെ കാണുമ്പോൾ ചിരിക്കും. അവിടുന്ന് നമുക്ക് തിരിച്ച് ആ ഒരു ചിരി നമുക്ക് കിട്ടാറുണ്ട്. ശരിക്കും അന്ന് അതിൻ്റെ മീനിങ് എന്താണെന്നൊന്നും അറിയത്തില്ല. ടീച്ചേഴ്സ് പറഞ്ഞു, സാറുമാരൊക്കെ പറഞ്ഞു, നമ്മളങ്ങനെ എല്ലാവരും നമ്മൾ നോക്കി ചിരിക്കണം, നമ്മൾ എപ്പോഴും പ്ലസൻ്റ് ആയിരിക്കണം എന്നൊക്കെ പറയുന്നത് നമ്മളങ്ങ് അവരെ കാണുമ്പോൾ സാറുമാരോടുള്ള ഇഷ്ടവും ബഹുമാനവും കാരണം നമ്മൾ ചിരിക്കും. ഇന്നത്തെ ഒരു അവസ്ഥയിൽ അതായത് അന്ന് ചെറുപ്രായം, ഇന്ന് ശരിക്കും പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്, നമ്മൾ ചിരിക്കുക എന്നുള്ളത്. ശരിക്കും നമുക്ക് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെന്താ വഴി കൂടെ പോകുമ്പോൾ ഇങ്ങനെയാണ് പോകുന്നതല്ലേ, ഒന്ന് മുഖം വീർപ്പിച്ച്, അല്ലെങ്കിൽ വേറെ ഏതൊക്കെയോ ചിന്തയിലൊക്കെയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. സോ ഓർക്കുക, നമ്മളും നമ്മുടെ അനിയത്തിമാരെ അല്ലെങ്കിൽ നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ അവരോട് ചിരിക്കാൻ പറയാം. ലൈഫ് ചെറുതായിട്ടല്ലേ ഉള്ളൂ, ചെറിയൊരു ലൈഫാണ്. എല്ലാവരിലും ഹാപ്പിനെസ് എത്തട്ടെ. സോ ചിരിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പം ശരി, ബൈ, ടാറ്റാ.